സ്പീക്കറുടെ അനുവാദമില്ലാതെ പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ മന്ത്രി എം.ബി. രാജേഷിനെ ചട്ടം പഠിപ്പിച്ചിരിക്കുകയാണ് സ്പീക്കർ എൻ ഷംസീർ. ലഹരി ഉപയോഗവും അക്രമ സംഭവങ്ങളും വർദ്ധിക്കുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയാണ് ഈ വാഗ്വാദം നടന്നിരിക്കുന്നത്. മന്ത്രി സംസാരിക്കുന്നതിനിടെ കോൺഗ്രസിൻ്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ ഇടപെട്ട് സംസാരിക്കുന്നതും അതിന് മന്ത്രി മറുപടി പറഞ്ഞതുമാണ് സ്പീക്കറെ ശാസനയ്ക്ക് ഇടയാക്കിയത്. പരസ്പരമുള്ള ഷട്ടിൽ കളിയല്ല ഇതെന്നും നിയമസഭയിലെ ചർച്ചയാണെന്ന് ഓർക്കണമെന്നും സ്പീക്കർ എം.ബി. രാജേഷിനെ ഓർമ്മിപ്പിച്ചു. അനുവാദമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്താൽ മന്ത്രിക്കുൾപ്പെടെയുള്ള ഒരാൾക്കും മൈക്ക് നൽകില്ല എന്ന് സ്പീക്കർ പറഞ്ഞു. മന്ത്രി എം.ബി. രാജേഷിനോടായിട്ടാണ് സ്പീക്കർ പറഞ്ഞത്. മന്ത്രിക്കിനി മൈക്ക് കിട്ടില്ല എന്നുള്ള താക്കീതാണ് സ്പീക്കർ നൽകിയിരിക്കുന്നത്. മന്ത്രി എം.ബി. രാജേഷ് ക്ഷമ ചോദിച്ചുവെങ്കിലും ക്ഷമയുടെ കാര്യമൊന്നും ഇവിടെ ഇല്ലെന്നും ഇനി മുതൽ ഇതനുസരിക്കണമെന്നും സ്പീക്കർ അന്ത്യശാസനം നൽകി. വളരെ കാലമായി കാത്തിരുന്ന കൊണ്ടുള്ള ഒരു പകരം വീട്ടലായിരുന്നു എന്ന് വേണം ഇതിനെ കരുതാൻ. കാരണം ഇന്ന് കേരളത്തിൻ്റെ സ്പീക്കറായിട്ടുള്ള തലശ്ശേരി എം.എൽ.എ എൻ ഷംസീർ സ്പീക്കറാകുന്നതിന് മുൻപ് സഭയിൽ വലിയ അലമ്പായിരുന്നു. ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലുമൊക്കെ ഇടപെട്ട് സഭയിൽ വലിയ വിഷയം സൃഷ്ടിക്കുമായിരുന്നു ഷംസീർ. എന്നാൽ സ്പീക്കർ ആയതിനു ശേഷം വളരെ മാന്യനായ മാതൃകയായ ഒരു നേതാവായി അദ്ദേഹം മാറിയിട്ടുണ്ട്. എന്നാൽ എം.എൽ.എ ആയിരിക്കുമ്പോൾ സഭയിൽ സ്പീക്കറായിരുന്ന അന്ന് എം.ബി. രാജേഷ് ഷംസീറിനെ ചട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള മധുര പ്രതികാരം കൂടിയാണ് ഇന്നത്തെ സംഭവം. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഈ റൂട്ട് പൊളിക്കുന്നതിന് വേണ്ടി നടപടി എടുക്കുന്നില്ല എങ്കിൽ താൽക്കാലികമായി നമ്മൾ എന്ത് നടപടി എടുത്താലും ശരി അത് ശാശ്വതമായിട്ട് നിലനിൽക്കാതെ പോകും. അതിനുള്ള സ്ട്രോങ് ആയിട്ടൊരു നടപടി ഗവൺമെന്റ് എടുക്കുമോ? മിനിസ്റ്റർ, ഒരു മിനിറ്റ്. ഈ ചെയർ അറിയാതെ ഈൽഡ് ചെയ്താൽ മൈക്കിന് കിട്ടില്ല, അത്രേ പറയുന്നുള്ളൂ. ഇനി അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ. എല്ലാ അംഗങ്ങൾക്കുള്ള ഒരു പൊതു നിർദ്ദേശമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല, ടെന്നീസ് കളിയല്ല. ഇത് ഒരു പൊതു താല്പര്യമുള്ള വിഷയം എന്ന നിലയിലാണ് അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് അംഗം എഴുന്നേറ്റപ്പോൾ ഞാൻ ഈൽഡ് ചെയ്തത്. അതെ സാർ, മറന്നു പോകുന്നുണ്ട്, പല അംഗങ്ങളും മറന്നു പോകുന്നുണ്ട്. അതെ, അദ്ദേഹം അത് അങ്ങ് ക്ഷമിക്കണം. ഇനി അങ്ങയുടെ അനുവാദത്തോടെ ഈൽഡ് ചെയ്യും. ക്ഷമയുടെ പ്രശ്നമില്ല, പൊതുവിൽ എല്ലാവരും പാലിച്ചാൽ മതി.